UDF 100 സീറ്റുകളോടെ കേരളത്തിൽ അധികാരത്തിലെത്തുമെന്നും ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആശാവർക്കർമാരുടെ സമരത്തെ കണ്ടില്ലെന്നു നടിക്കുന്ന ക്രൂരമായ ഭരണകൂടത്തെ ജനങ്ങൾ താഴെ ഇറക്കുമെന്നും UDF അധികാരത്തിലെത്തുമ്പോൾ ആദ്യമെടുക്കുന്ന തീരുമാനം ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതായിരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചതോടെ ആശയറ്റ് പോകാത്തവരായി ആശാവർക്കർമാർ വീണ്ടും മാറിയിരിക്കുന്നു. പഴയ സിനിമകളിൽ കണ്ടിട്ടുള്ള മുതലാളിമാരെക്കാൾ വലിയ മുതലാളിമാരാണ് തങ്ങളെന്ന് തെളിയിക്കുകയാണ് ഇപ്പോഴത്തെ പിണറായി വിജയൻ ഭരണകൂടമെന്നും ജനങ്ങൾക്ക് ഭീഷണിയായ ഈ ക്രൂരമായ ഭരണത്തെ ജനങ്ങൾ അടുത്തു തന്നെ താഴെയിറക്കുമെന്നും VD സതീശൻ പറഞ്ഞത് നിലമ്പൂരിൽ കിട്ടിയ ആത്മവിശ്വാസം തന്നെയാണെന്ന് പറയേണ്ടി വരും. ആശാപ്രവർത്തകരുടെ 45 ദിവസം നീണ്ടുനിന്ന സമരയാത്രയാണ് ഇന്ന് തിരുവനന്തപുരത്ത് സമാപിച്ചത്. NHMന്റെ നിർബന്ധിത പരിശീലന നോട്ടീസ് കിട്ടി. എന്നാൽ അത് തള്ളിക്കൊണ്ട് നൂറുകണക്കിന് ആശമാരാണ് ഇന്ന് മഹാറാലിയിൽ പങ്കെടുത്തത്. ഇത് പിണറായി വിജയന്റെ ഭരണത്തിനെതിരെയുള്ള വലിയൊരു വികാരമായിട്ടാണ് കേരളം കണ്ടത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം 129 ദിവസം പിന്നിടുമ്പോഴാണ് വിവിധ ജില്ലകളിൽ പര്യടനം നടത്തിയ ശേഷം കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ബിന്ദുവിൻ്റെ നേതൃത്വത്തിലുള്ള സമരയാത്ര തിരുവനന്തപുരത്തെത്തി സമാപിച്ചത്. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ആ റാലിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അതിൽ അണിനിരന്നു. ഏതായാലും ഈ കൊച്ചു കേരളത്തിൻ്റെ സ്പന്ദനമറിയുന്ന നാടിൻ്റെ പ്രിയപ്പെട്ടവരാണ് ആശാവർക്കർമാർ എന്നുള്ളതിൽ സംശയമില്ല. അവരുടെ കാര്യം നോക്കാൻ പോലും കഴിയാത്ത ഒരു സർക്കാർ ഈ നാടിന് ആപത്തായി മാറുമ്പോഴാണ് ഭരണത്തിൽ തിരിച്ചു വരുമെന്ന് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിക്കുന്നത്. അതുമാത്രമല്ല, ആദ്യ ക്യാബിനറ്റിൽ തന്നെ ആശാവർക്കർമാരുടെ കാര്യങ്ങൾ പാസാക്കുന്നത് എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ അതത്ര പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലാവുകയാണ്. ആ കാര്യത്തിലാണ് പിണറായി സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നത്. പിണറായി വിജയന്റെ ഭരണം പരാജയമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ദൃഷ്ടാന്തമായി ആശാവർക്കർമാരുടെ പട്ടിണി സമരം മാറുന്നു. 2016-ലും 2021-ലും പിണറായി വിജയനെയും ഇടതുമുന്നണിയെയും ഈ സംസ്ഥാനത്ത് രക്ഷിച്ചത് സാധാരണങ്ങളിൽ സാധാരണയായ പാവപ്പെട്ട ജനങ്ങളാണെങ്കിൽ അവരെല്ലാം തിരിഞ്ഞുകൊത്താൻ ഇടയാക്കിയൊരു സംഭവമായി ഈ സമരം മാറിയിരിക്കുന്നു. അപ്പോഴാണ് നിർണായക പ്രഖ്യാപനവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നിരിക്കുന്നത്. അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചലനം സൃഷ്ടിക്കാനും സാധ്യത ഏറെയാണ്. എന്തായാലും VD സതീശന്റെ ആ പ്രഖ്യാപന വീഡിയോ നമുക്ക് കാണാം. നമ്മുടെ കേരളത്തെ ഒരു കമ്മ്യൂണിസ്റ്റും അല്ല, ഒരു ഇടതുപക്ഷമല്ല. ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരോടൊന്നും വെറുപ്പില്ല. ഇവരാണ് തീവ്ര വലതുപക്ഷം. ഒരു കമ്മ്യൂണിസ്റ്റും അല്ല. മര്യാദയ്ക്കൊരു കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ ഈ സങ്കടം കാണാതെ പോവില്ല. ഇവരെല്ലാം ഇപ്പോൾ മുതലാളിമാരായി. അതാണ് ആക്ഷേപം, അതാണ് സമരത്തോട് പുച്ഛം. ഈ ക്രൂരമായ ഭരണകൂടത്തെ കേരളത്തിലെ ജനങ്ങൾ താഴെ ഇറക്കും. അന്ന് ഐക്യ ജനാധിപത്യ മുന്നണി 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വരുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരുന്നു. ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചു